റൂം മാറുന്നതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് റൂം തിരയുന്ന ചടങ്ങ്, ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ചടങ്ങ്. ഈ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ എൻ്റെ ഒരു മടി കാരണം വോയിസ് ഓവർ കൊടുക്കാനും അപ്ലോഡ് ചെയ്യാനൊക്കെ കുറച്ച് ലേറ്റായിപ്പോയി. നമ്മളോട് റൂം മാറണമെന്ന് പറഞ്ഞ ടൈമിലും നമ്മളിങ്ങനെ വിചാരിച്ചു, അല്ലെങ്കിലും കുറേ ആയല്ലോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, ഒരു ചേഞ്ചൊക്കെ ആയിക്കോട്ടെ, ഒരു ചേഞ്ച് ആരും ആഗ്രഹിക്കാത്തതെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ റൂം തിരയാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സ്വർഗത്തിലാണെന്നുള്ളത്. അങ്ങനെ മനസ്സിനിണങ്ങിയിട്ടൊരു റൂം കിട്ടുന്നുണ്ടായിരുന്നില്ല. മനസ്സിനിണങ്ങുമ്പോൾ അത് റെൻറ്റുമായിട്ട് ഇണങ്ങുന്നുണ്ടായിരുന്നില്ല. ഇനി റെൻറ്റും റൂമും കൂടെ മനസ്സിനിണങ്ങുമ്പോൾ മോളുടെ സ്കൂളിലേക്കുള്ള ട്രാൻസ്പോർട്ട് ആ വഴി വരില്ല. അങ്ങനൊരു പ്രശ്നം വരും. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റൂം നമുക്ക് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീരുമാനമായി. എവിടെയെങ്കിലുമൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം മനസ്സിലായി. ഈ നാട്ടിലെ പെണ്ണ് കാണലും UAE റൂം നോക്കുന്നതും ഏകദേശം ഒരുപോലെയാണ്. നമുക്ക് കണ്ടിട്ട് ഏതെങ്കിലും റൂം ഇഷ്ടമായിട്ട് നമ്മളൊന്ന് പെൻഡിങ്ങിലിടും, ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം കൂടെ നോക്കാം. അതും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പെൻഡിങ്ങിൽ വെച്ച സാധനം നമുക്ക് കൺഫേം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നോക്കും, നമുക്ക് കിട്ടില്ല. വീണ്ടും നമ്മൾ ഈ പഴയ ബ്രോക്കറെ തന്നെ വിളിച്ചിട്ട് പറയും നമുക്ക് ആ റൂം തന്നെ മതിയെന്ന്. അപ്പോൾ ബ്രോക്കറും നല്ല അടിപൊളിയായിട്ട് നമ്മളോട് പറയും അത് റെൻ്റ് ഔട്ട് ആയെന്ന്. അത്രയും ഡിമാൻഡാണ് ഇവിടെ റൂമുകൾക്ക്. നാട്ടിൽ പെണ്ണ് നോക്കുന്ന ആൾക്കാർ പറയുന്നേക്കാം നാട്ടിലെ പെൺകുട്ടിക്ക് ഭയങ്കര ഡിമാൻഡാണെന്ന്. അതുപോലെ UAE റൂമിനും ഭയങ്കര ഡിമാൻഡാണ്. ഇനിയിപ്പോൾ റൂം നോക്കാൻ ആരെങ്കിലും ഇറങ്ങുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ടിപ്പ്, ഏതെങ്കിലും റൂം ഇഷ്ടപ്പെട്ടാൽ കബൂൽ ഹേ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കയ്യിലുള്ള 5-10 എടുത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ സാധനം പിറ്റേ ദിവസം തന്നെ പോകും. അത്രയും ഇവിടെ ആൾക്കാർ റൂമിന് വേണ്ടി ക്യൂ ആണ്. UAE എല്ലാ സ്ഥലത്തും റെൻറ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ബട്ട് നമുക്കത് എത്രത്തോളം കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യം റിയലൈസ് ആയത് നമ്മളിങ്ങനെ ഒരു റൂം തിരയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ്. ഒരു 3-3.5 വർഷം മുൻപ് നമ്മൾ നമ്മുടെ കറൻറ്റ് വില്ലയിലേക്ക് മാറുന്ന ആ ഒരു ടൈമിൽ അപ്പോൾ നമ്മൾ റൂം തിരയുമ്പോൾ ഉള്ള ഒരു റെൻ്റ് അല്ല ഇപ്പോൾ ഒരുപാട് അധികമായി. റെൻറ്റിൻ്റെ കാര്യം മാത്രമല്ല, ആ ടൈമിൽ റൂം അവൈലബിലിറ്റി കൂടുതലായിരുന്നു. ഇനിയിപ്പോൾ ഉള്ള റൂം തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പെൻഡിങ്ങിൽ ഇടാന്നുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ ഇല്ല. അത്രയും ആൾക്കാർക്ക് റൂം ആവശ്യമാണ്, ഡിമാൻഡാണ്. ബട്ട് കുറച്ച് മുൻപായിരുന്നെങ്കിൽ പെൻഡിങ്ങിൽ ഇട്ടാലും ആ റൂം അങ്ങനെ റെൻ്റ് ഔട്ട് ആയി പോകുന്നുണ്ടായിരുന്നില്ല. അത്രയും ഒരു ആൾക്കാർ റൂമിന് വേണ്ടി അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അന്നത്തെ ഓട്ടോപാച്ചിൽ വേറെ കാര്യമായിട്ടൊന്നും നടന്നില്ലെങ്കിലും ചായ കുടിയും തീറ്റയും കാര്യമായിട്ട് നടന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് റൂം ഹണ്ടിങ് വീഡിയോസ് അല്ലെങ്കിൽ റൂം ഷിഫ്റ്റിംഗ് വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.